ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കപ്പഴവും അതുപോലെ കുറച്ച് സൂചി ഗോതമ്പും കൊണ്ട് വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ സിമ്പിളായ ഒരു പായസത്തിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കപ്പഴം തന്നെ വെച്ചുണ്ടാക്കാം, നുറുക്ക് ഗോതമ്പ് തന്നെ വെച്ചുണ്ടാക്കാം. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയപ്പോൾ ഒരു സൂപ്പർ വെറൈറ്റി ടേസ്റ്റി പായസമായി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 2 കപ്പ് ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല തേൻ വരിക്ക ചക്കപ്പഴമാണ്, നല്ല മധുരമുള്ളത്. എനിക്ക് ഇവിടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചി തന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ചക്കപ്പഴമാണ് കേട്ടോ. അപ്പോൾ 2 കപ്പോളം, ഈ ഒരു കപ്പിന് 2 കപ്പ് ചക്കപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിഞ്ഞത് കേട്ടോ, ചെറുതാക്കി സ്ലൈസ് ചെയ്തത്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഞാൻ ഈ കപ്പിന് 1.25 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 2 മണിക്കൂറോളം നേരം വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നീട് 100 ഗ്രാം ശർക്കര ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറുതീയിലൊന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ഒരു തേങ്ങ ചിരകി പാല് പിഴിഞ്ഞതാണ്. ഇത് 2ാം പാലാണ്. അപ്പം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറിയ തോതിൽ പിഴിഞ്ഞെടുത്ത് 1ാം പാൽ. ഇത് 1ാം പാലാണ്. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ കറക്കി പിഴിഞ്ഞെടുത്താണ് 2ാം പാൽ. ഇനി ഒരു 10-12 ഏലക്കായും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കണം. ഏലക്കായൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്, നമ്മൾ ഒരു ചെറിയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഒന്ന് ഇട്ട് വേവിച്ചെടുക്കണം. അപ്പം ആ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് നമ്മൾ കഴുകിയിട്ട് കുതിർത്തപ്പോൾ ആ വെള്ളവും കൂടെ ഒഴിച്ച് വെക്കുക. കാരണം നികക്കെ വെള്ളം മതി. ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് നമ്മൾ വേവിക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നമുക്ക് എന്തുമാത്രം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണോ അത്രയും നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കശുവണ്ടി ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം ഒപ്പി വെച്ചിരിക്കുന്ന കിസ്മിസ് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ കരിഞ്ഞു പോകാതെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പഴം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായി നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് വേണേൽ കുറച്ചും കൂടെ ഒഴിക്കാം കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സൂചി ഗോതമ്പില്ലേ, നുറുക്ക് ഗോതമ്പ്, അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ശർക്കര പാനി ഒഴിച്ച് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പം തീ കുറച്ചൊന്ന് താഴ്ത്തി വെച്ച് കുറച്ച് നേരം മധുരമൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. ഈ ഒരു സമയത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് ഞാൻ കുറച്ച് നേരം തിതാത്തി വെച്ചൊന്ന് കുറച്ചുകൂടെ വേവിച്ചു മധുരമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കിനി 2ാം പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2ാം പാൽ ഒഴിച്ചിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ അതിലോട്ട് ഇറങ്ങി നല്ലൊരു രുചിയൊക്കെ വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതുക്കെ തിള വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി നമ്മൾ ഒന്ന് യോജിപ്പിച്ച് കുറച്ചൊന്ന് തിളച്ചോട്ടെ. 2ാം പാലായതുകൊണ്ട് കുഴപ്പമില്ല, പിരിഞ്ഞൊന്നും പോവില്ല. ഇനി നമുക്ക് കുറച്ചൊരു ഉപ്പ്, ഒരു നുള്ളോ ഒരു 1/4 ടീസ്പൂണോ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മധുരമൊക്കെ നല്ലപോലെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുള്ളൂ മധുരമൊക്കെ. ഇപ്പോൾ 2ാം പാൽ ഒഴിച്ച് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ തിളച്ച് പൊങ്ങി വരുമ്പോഴത്തേനും നമ്മൾ ഓഫാക്കി വെക്കണം. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞ് പൊടിച്ച് വെച്ചിരുന്ന ഏലക്ക പൊടി ഒന്ന് ചേർത്തിരുന്നത് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പായസം നല്ല അടിപൊളി സെറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാം കൂടെ യോജിച്ച് പാകത്തിനൊരു കുറുകലൊക്കെ കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. എന്നാലും ഇപ്പം ഇത്രയും ലൂസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ നല്ല സൂപ്പർ ടേസ്റ്റി നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സൂചി ഗോതമ്പ് തനിയെ വെക്കുന്നേ കഴിഞ്ഞും നല്ല ടേസ്റ്റാണ്.
അതുപോലെ ചക്കപ്പഴം ഇങ്ങനെ അരച്ച് ചേർത്തിട്ടുള്ള പായസങ്ങളാണ് അധികവും നമ്മൾ കാണാറ്. പക്ഷേ ഇത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊരു ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസ് അതെന്താണെങ്കിലും അറിയിക്കണം, കമൻറ്റ് ബോക്സിലിടണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം. ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.